ഒരു കാലം ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം കുറിക്കുകൊള്ളുന്ന നല്ല തമാശകൾ, നല്ല രേഖകളിലൂടെ വരയ്ക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ്. നമ്മളിവിടെ കണ്ടുവരുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂണുണ്ട്. കോൺഗ്രസിന് തെങ്ങ് ചിഹ്നം കിട്ടിയ സമയം, ആ സമയത്ത് കരുണാകരനും ആന്റണിയും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ച ഒരവസരമാണ്. അപ്പോൾ തെങ്ങ് ചിഹ്നം കിട്ടിയപ്പോൾ ആ കാർട്ടൂൺ തന്നെ തെങ്ങിൻ്റെ മുകളിൽ കരുണാകരൻ ഇരിക്കുന്നു, ഒരു തേങ്ങ എടുത്ത് ആന്റണിയുടെ തലയിൽ ഇടുന്നു. അങ്ങനെ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ചിരി വരുത്തുന്ന നല്ല നല്ല കാർട്ടൂണുകൾ കാർട്ടൂണിസ്റ്റ് നാഥൻ നമുക്ക് വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള കാർട്ടൂൺ അക്കാദമി കാർട്ടൂണിസ്റ്റ് KS പിള്ള പുരസ്കാരം ലഭിച്ചതിൽ നമുക്കുള്ള സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ശ്രീ സുകുമാർ സാറാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ശ്രീ നാഥൻ സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ ശ്രീ സുകുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഞങ്ങളുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒരനുമതി നേരത്തെ വാങ്ങിയില്ല. അരവിന്ദൻ ചേട്ടൻ്റെ അനുമതിയോടുകൂടി ഇവിടെ അനൗൺസ് ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ഒന്ന് നടത്താൻ പോവുകയാണ്. സമയം അധ്യക്ഷൻ അനുമതി തരണമെന്ന് പറയുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഈ KS പിള്ള പുരസ്കാരം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി കഴിഞ്ഞ 8 ഇപ്പോൾ 9ാമത് തവണയാണ് ഇത് നിർവഹിച്ചു വരുന്ന, ഗുരുദക്ഷിണയായി നിർവഹിച്ചു വരുന്ന ഞങ്ങളുടെ ആദരണീയനായ പ്രിയങ്കരനായ സുകുമാർ സാർ, അദ്ദേഹത്തോട് ഈ നാടിന്റെ ആദരം എന്നുള്ള നിലയിൽ ഒരു പൊന്നാട അണിയിക്കുന്നതിന് ഞങ്ങളുടെ പ്രിയങ്കരനായ മുൻ MLA ശ്രീ കാനം രാജേന്ദ്രനെ ക്ഷണിച്ചുകൊടുക്കുന്നു. ശ്രീ സുകുമാർ സാറ് 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം നമ്മുടെ XMLA ശ്രീ കാനം രാജേന്ദ്രൻ 2 വാക്ക് സംസാരിക്കും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കാർട്ടൂണിസ്റ്റ് KS പിള്ള എൻ്റെ ഗുരുനാഥനാണ്. വളരെ അഭിമാനപൂർവമാണ് ഞാനത് പറയുന്നത്. ഞാനൊരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്നും എനിക്കത് സംശയമാണ്. അതിന് കാരണക്കാരൻ ശ്രീ KS പിള്ളയാണ്. എന്നെ വരയ്ക്കാൻ പഠിപ്പിച്ചത്. ഞാൻ കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്നു, പക്ഷേ അതിന് നല്ല ശിക്ഷണം തന്ന് കാർട്ടൂണിൻ്റെ ബാലപാഠങ്ങൾ എന്നെ മനസ്സിലാക്കി തന്ന ഗുരുനാഥനാണ് KS പിള്ള. അദ്ദേഹം 1954-55 കാലം മുതൽ എനിക്കറിയാം. ഞാൻ വരച്ചു തുടങ്ങുന്ന കാലത്ത് അദ്ദേഹമായിട്ട് കത്തിടപാട്, അന്ന് ഫോണില്ല, കത്തിടപാട് നടത്തിയപ്പോൾ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്, തമ്മിൽ കാണണം. അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള കേരള ടൂറിസ്റ്റ് ഹോമിൽ ഞാനവിടെ കാത്തു നിൽക്കുകയായിരുന്നു. സുകുമാരൻ്റെ ചോദിച്ചു, അതേ ഞാൻ കേരളത്തിലാണ്, നമുക്കൊരു സ്ഥലം വരെ പോകാം എന്നെ കൈ പിടിച്ച് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ഇന്നത്തെ കാർഖാന കമ്പ്യൂട്ടർ ഓഫീസ് എന്ന കെട്ടിട സ്ഥിതി നടത്താറുണ്ട്. മലയാളി ഓഫീസിലേക്ക് കടന്നു
പത്രാധിപർ അഴകത്തെ രാമക്കുറുപ്പിനോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഈ സുകുമാർ മലയാളിയിൽ വരയ്ക്കുന്നുണ്ട്, ഞാൻ കാണണമെന്ന്. പക്ഷെ ഞാൻ വരയ്ക്കുന്നതിനെ അംഗീകരിച്ചാണ് അയാൾ വരയ്ക്കുന്നത്. ഞാൻ എത്ര തവണ ഉപദേശിച്ചിട്ടും അയാൾ മാറ്റുന്നില്ല. അതിന് കാരണം സുകുമാർ പറയുന്നത് KS പിള്ള വരയ്ക്കുന്നത് കണ്ടുവേണം വരയ്ക്കാൻ, എങ്കിലേ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, അദ്ദേഹത്തിന് സ്വന്തം വഴിക്ക് വിടണം, അദ്ദേഹം സ്വന്തം രചനകൾ നടത്തട്ടെ, എന്നെ അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് തിരിച്ചു. അവർ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, സാധനം പറഞ്ഞു ഞാൻ ചിലപ്പോൾ പറഞ്ഞ കേൾക്കും, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നത് അങ്ങനെ